അങ്ങനെ കേരള PSC ഹതം ഹോ ഗയ. കേരള PSC പിരിച്ചുവിടാൻ പോകുന്നു. രാജേന്ദ്ര ആർലേക്കർക്ക് 100-ലധികം പരാതിയാണ് കേരള PSCയെ കുറിച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മുഴുവൻ പരാതികളും കൺസോൾട്ടേറ്റ് ചെയ്ത് രാഷ്ട്രപതിക്ക് അയക്കുവാനും രാഷ്ട്രപതിക്ക് അയച്ചാൽ അതിൽ നിയമപരമായി എന്തൊക്കെ നടക്കുമെന്നുള്ള നിയമോപദേശം തേടിയിരിക്കുകയാണ് ഗവർണർ ഔദ്യോഗികമായി. സുപ്രീം കോടതി അത് രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ സുപ്രീം കോടതിയുടെ അന്വേഷണത്തിന് റെഫർ ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമം. അതൊരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് കേരള സർക്കാരിന് പെട്ടെന്ന് പിരിച്ചുവിടാൻ പറ്റില്ല, ഗവർണർക്കും പിരിച്ചുവിടാൻ പറ്റില്ല, രാഷ്ട്രപതിക്ക് മാത്രമേ പിരിച്ചുവിടാൻ പറ്റുള്ളൂ. അങ്ങനെ പിരിച്ചുവിടണമെങ്കിൽ കറക്റ്റായിട്ട് കാര്യം വേണം, അല്ല ചുമ്മാ പിരിച്ചുവിടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഗവർണർക്ക് കിട്ടിയ പരാതികളെല്ലാം കൂടി ഡൽഹിക്ക് അയക്കുക, രാഷ്ട്രപതി മുർമുവിന് അയക്കുക, അവർ അതിനെ സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യുക, സുപ്രീം കോടതി കേസ് എടുക്കുക. പിന്നെ പ്രസിഡന്റ് റെഫർ ചെയ്താൽ തീർച്ചയായിട്ടും കേസെടുക്കും. അങ്ങനെ കേസെടുത്താൽ ഗവർണർക്ക് അടിയന്തരമായി ഇവരെ പിരിച്ചുവിടാം. ഇതാണ് നിയമസാധുത. ഇപ്പോഴത്തെ സർക്കാർ നടപടിയിലും ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണത്തിലും ഗവർണർ തൃപ്തനല്ല എന്നാണ് അറിയുന്നത്. PSCക്കെതിരെ കടുത്ത നടപടി ആലോചിക്കാൻ അദ്ദേഹം നിയമോപദേശം തേടിയതായി ലോക് ഭവൻ്റെ വൃത്തങ്ങൾ പുറത്ത് വാർത്ത കൊടുത്തിട്ടുണ്ട്. 2 മാസമായി വിവാദം പോയെന്ന പരീക്ഷാക്രമക്കേടിൽ ഇതുവരെ ഒരു വഴിത്തിരിവും ഉണ്ടായിട്ടില്ല എന്ന് ലോക് ഭവൻ്റെ വിലയിരുത്തൽ. പരീക്ഷാക്രമക്കേടിൽ 100ഓളം പരാതികളാണ് വന്നതെങ്കിലും ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിൽ ഉൾപ്പെടെയുള്ള നിലവിൽ ഒരെണ്ണത്തിന് കേസെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ വലിയ പ്രശ്നമാണ്. ഭരണഘടനയുടെ 317 അനുച്ഛേദം അനുസരിച്ച്, ക്ലോസ് 317 അനുസരിച്ച് ഭരണഘടനാ പരിരക്ഷയുള്ള സ്ഥാപനങ്ങളെല്ലാം, അത് PSC ആയാലും EDയുടെ സ്ഥാപനങ്ങളായാലും CBI ആയാലും അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം, റിസർവ് ബാങ്ക്, ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അതിനാൽ PSCയെ നേരിട്ട് പിരിച്ചുവിടാനാവില്ല. അതുകൊണ്ട് ഗവർണറുടെ റിപ്പോർട്ട് ലഭിച്ചാൽ രാഷ്ട്രപതിക്ക് അന്വേഷണത്തിനായി സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യാം. സുപ്രീം കോടതി കേസെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും PSC ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിടാം. അന്വേഷണത്തിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ PSCക്കെതിരായ പരാമർശമുണ്ടായാൽ അപ്പോൾ തന്നെ പിരിച്ചുവിടുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും കേസെടുക്കുമ്പോൾ തന്നെ ഫയലിൽ സ്വീകരിച്ചാൽ തന്നെ സസ്പെൻഡ് ചെയ്ത് നിർത്താം. അത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയാൽ അവരെ പിരിച്ചും വിടാം. ഇതാണ് പുതിയ കഥ. അപ്പോൾ ഇതിനിടയിൽ കേരള സർക്കാർ എന്ത് ചെയ്യും എന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ട്. അവർക്ക് എന്താണ് ഇതിനകത്ത് റോൾ എന്നതും വളരെ പ്രധാനമാണ്. ഇനി കേരള സർക്കാരിന് അവരെ കയറി പിരിച്ചുവിടാൻ പറ്റത്തില്ല. കാലാവധി അനുസരിച്ച് മാറുന്നതനുസരിച്ച് ആളുകളെ മാറ്റാനേ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ PSC പോകുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കുമെന്നറിയില്ല. കേന്ദ്ര ഗവൺമെൻറ് നിലപാട് തന്നെയായിരിക്കും കേരളത്തിൻ്റെ ഗവർണറുടെ ഒരു നിലപാടായി വരുന്നത്. എന്തായാലും BJP വളരെ ഗൗരവമായി ഈ വിഷയത്തെ കാണുന്നു എന്നുള്ളത് കേരളത്തിൽ ഒരുപക്ഷെ ചെറുപ്പക്കാരെ കയ്യിലെടുക്കാനുള്ള പുതിയൊരു തന്ത്രമായി മാറുന്നുവോ എന്നതും വളരെ സംശയാസ്പദമായ കാര്യമാണ്. ചെറുപ്പക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടി ഞങ്ങളിതാ PSCയെ പിരിച്ചു തന്നെ വിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരും ഞങ്ങളിവിടെ വരണം എന്ന് പറയാനുള്ള ഒരു പുതിയൊരു പൊളിറ്റിക്കൽ മോട്ടീവാണോ ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും ആർലേക്കർ ഓൺ ആക്ഷൻ എന്തായാലും PSCയെ പിരിച്ചുവിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.